എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് വിദ്യാർത്ഥികൾ കൂടെ കമൻ്റ് അയച്ചു ചോദിക്കുന്ന ചോദ്യമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ABCIDയുടെ വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ ABCIDയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ മുഴുവൻ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ABCID ഇനി നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, നിങ്ങളുടെ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്യാം. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ABCID എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല വിദ്യാർത്ഥികളും അതിൻ്റെ ഇടയിൽ കമൻറ്റും പേഴ്സണലായിട്ട് മെസ്സേജൊക്കെ വന്നതാണ്. എന്താണ് ABCID ചെയ്യുമ്പോൾ ആ പ്രശ്നം വരുന്നു, പല പ്രശ്നങ്ങളും വരുന്നെന്ന് പറഞ്ഞ് ചിലർക്ക് ABCID ചെയ്ത് ചിലർക്ക് ABCID രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല, ചിലർക്ക് ABCID സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നിങ്ങനെയുള്ള പല പ്രശ്നങ്ങളുമൊക്കെ. അപ്പോൾ ഇതിലേറ്റവും കൂടുതലായിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ പറഞ്ഞൊരു പ്രശ്നം എന്ന് പറയുന്നത് അതായത് ആധാർ നമ്പർ നമ്മൾ എന്ത് ചെയ്യും, അടിച്ചു കൊടുക്കുമ്പോൾ ഈ രജിസ്റ്റേർഡ് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് എന്ത് ചെയ്യുന്നില്ല, OTP കോഡ് വരാത്തൊരു പ്രശ്നം. അപ്പോൾ ഇത് സംഭവിക്കുന്നത് പല പ്രശ്നങ്ങളുണ്ട്. ഒന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ആധാർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചെറുപ്പത്തിലെ എന്ത് ചെയ്തതായിരിക്കും, എടുത്തതായിരിക്കാം. ആ ചെറുപ്പത്തിലെ ചെറുപ്പത്തിലെ നിങ്ങൾ ആധാർ എടുത്തപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ നമ്പർ മുഖേനയായിരിക്കും നിങ്ങൾ അതിൽ രജിസ്റ്റേർഡ് നമ്പറാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പുതിയ നമ്പറായിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, ആ പഴയ നമ്പർ ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവില്ല. അങ്ങനത്തെ ആ പഴയ നമ്പർ ചിലപ്പോൾ ആക്റ്റീവ് ഉണ്ടാവില്ല. അങ്ങനത്തെ പല പ്രശ്നങ്ങളും കാണും. നിങ്ങളുടെ ആധാർ ആദ്യമായി എടുക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലുള്ള പ്രശ്നങ്ങൾ കാരണമായിരിക്കും ചിലപ്പോൾ വരാതിരിക്കുന്നത്. ഇനി ഒരു വിദ്യാർത്ഥി എന്നോട് ഒരു പ്രശ്നം പറഞ്ഞാണ്, ആധാറിലെ നെയിം വ്യത്യാസം, യൂണിവേഴ്സിറ്റിയിൽ അപ്ലോഡ് ചെയ്ത നെയിം വ്യത്യാസം. ആ വിദ്യാർത്ഥിക്ക് ABCID കിട്ടി, പക്ഷെ അത് യൂണിവേഴ്സിറ്റി പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് കാരണം ഞാൻ ആ വിദ്യാർത്ഥിയുടെ വിദ്യാർത്ഥി കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് അയച്ചു തന്നു. അപ്പം ഞാനത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ആ യൂണിവേഴ്സിറ്റി അതായത് ആ വിദ്യാർത്ഥിയുടെ ആധാറിലുള്ള പേരിലും യൂണിവേഴ്സിറ്റിയിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്ത പേരിലും തമ്മിൽ ചെറിയൊരു ഡിഫറൻറ്റ് ഉണ്ട്. അതായത് ആ വിദ്യാർത്ഥിയുടെ ആധാർ നെയിമും പിന്നെ യൂണിവേഴ്സിറ്റിയിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്ത നെയിമും തമ്മിൽ ചെറിയൊരു ഡിഫറൻറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിദ്യാർത്ഥി ABCID ക്രിയേറ്റ് ആക്കി. എന്നിട്ട് എന്ത് ചെയ്തില്ല, യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നില്ല, അപ്ലോഡ് ആകുന്നില്ല. എന്ത് ചെയ്യണം, നിങ്ങളുടെ ആധാറിലെ പേരും നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത പേരും ഒന്ന് തന്നെയായിരിക്കണം. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കാരണമാണ് നിങ്ങളുടെ ABCID ക്രിയേറ്റ് ചെയ്യുവാനും അത് കൃത്യമായ രീതിയിൽ അപ്ലോഡ് ചെയ്യാനും സാധിക്കാതെ വരുന്നത്. ഇത് കൂടുതലായും ഏതൊക്കെ സ്റ്റുഡൻസിനാണ് ചെയ്യേണ്ടതെന്ന് നമുക്കിപ്പോൾ വ്യക്തമല്ല. ഇത് ആരൊക്കെ ചെയ്യണമെന്നുള്ളത് ഇപ്പോൾ ഡിസ്റ്റൻസ് വിഭാഗം വിദ്യാർത്ഥികൾ ചെയ്യണോ, അല്ലെങ്കിൽ 6th സെമിസ്റ്റർ വിദ്യാർത്ഥികൾ ചെയ്യണോ, ഇത് ചെയ്തില്ലെങ്കിൽ 5th സെമിസ്റ്ററിൻ്റെ റിസൾട്ട് വരില്ലേ എന്നൊക്കെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് നോക്കുമ്പോൾ നമുക്കിതൊന്നും കൃത്യമായ ഡീറ്റെയിൽസ് നിലവിൽ ഇപ്പോൾ ലഭ്യമല്ല. നിങ്ങൾ യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെയും കേരള യൂണിവേഴ്സിറ്റിയുടെയും കാര്യം എടുത്താൽ, കേരള യൂണിവേഴ്സിറ്റിയുടെയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെയും കാര്യം എടുക്കുമ്പോൾ FIUGP വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇത് ബാധകമായിട്ടുള്ളത്. കേരള യൂണിവേഴ്സിറ്റിയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയും FIUGP വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ABCID ബാധകമുള്ളത്. അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ABCID ബാധകമല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ എല്ലാ വിവരങ്ങളും ആധാറുമായിട്ട്, ഇപ്പോൾ ഞാൻ ആദ്യമേ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞതാണ്, ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് OTP വരണം. OTP വന്നാൽ മാത്രമാണ് നിങ്ങൾക്കത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക. ഇനിയിപ്പോൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഒരു വിദ്യാർത്ഥികളുടെ ആധാർ നമ്പറിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്ത നെയിമിൽ ചെറിയ ചേഞ്ച് ഉണ്ട്. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കാരണവും ചിലപ്പോൾ നടക്കാതിരിക്കും. എന്ത് പ്രശ്നമാണെന്ന് നോക്കുക. അപ്പോൾ തീർച്ചയായും നമ്മളോട് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ട കമൻറ്റും അതിനുള്ള ഉത്തരങ്ങളും ആയിക്കഴിഞ്ഞു. ഇനിയും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇൻഡിവിജ്വലി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിവിജ്വലി കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഇസ് ക്രേ, ദ ഫൗണ്ടർ ഓഫ് സ്ക്രേ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.